നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ സുഡാമേരിക്കാനയുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് ഡിയിൽ ഏറ്റവും അവസാനം കിടന്ന സാന്റോസ് അവസാന മത്സരം നെയ്മർ ഇല്ലാതെ കളിക്കാനിറങ്ങി പൊളിച്ചടുക്കിയ പ്രകടനം നടത്തി. ഗാബി ഗോളും അസിസ്റ്റും നേടി. നെയ്മർ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമേ അല്ല എന്ന തരത്തിലുള്ള പെർഫോമൻസാണ് ഇന്ന് അവർ നടത്തിയത്. 3-0 ഡിപ്പോർട്ടിവോ കുയൻകയെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, 4-ാം സ്ഥാനത്ത് നിന്ന്, ഗ്രൂപ്പിലെ അവസാന സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന് അവരിതാ പ്ലേ ഓഫിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് റിക്കുലേറ്റ 1-ാം സ്ഥാനവുമായിട്ട് മുന്നോട്ട് കടന്നു. പിന്നെ സാന്റോസ് ഇപ്പോൾ ഈ കളി ജയിച്ചതോടുകൂടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോപ്പ സുഡാമേരിക്കാനയിലെ അവരുടെ ആദ്യ വിജയമാണിത്. നെയ്മർ ഇല്ലാതെ ഇറങ്ങി വിജയിച്ച് കയറി. സാന്റോസ് ഈ മത്സരം വിജയിച്ചതോടുകൂടി അവർക്ക് 7 പോയിൻ്റായി. ഒരു വിജയം, 4 സമനിലകൾ, അങ്ങനെ 7 പോയിൻ്റ്. സാൻ ലോറൻസോക്കും 7 പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഇന്നടിച്ച ഗോളുകളുടെ എണ്ണം അവരെ സഹായിച്ചു. ഇന്ന് 3 ഗോൾ അടിച്ചതോടെ ഗോൾ ഡിഫറൻസ് +2 സാൻ ലോറൻസോക്ക് +1 ഉള്ളൂ. അങ്ങനെ അത് വെച്ചാണ് ഇപ്പോൾ സാന്റോസ് മുന്നോട്ട് കയറിയിരിക്കുന്നത്. അതായത് നെയ്മർ ഇല്ലാതെ കളിച്ച ഈ കളി അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഗോളും അസിസ്റ്റുമായിട്ട് ഗാബി ഗോളിൻ്റെ പ്രകടനം നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. മത്സരത്തിൽ ഗാബി ഗോളും വഴിയിലും ബൻഡംബയും ഒക്കെ ചേർന്നുകൊണ്ടാണ് സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 13-ാമത്തെ മിനിറ്റിൽ തന്നെ ഗാബി ഗോളിലൂടെ അവർ ലീഡ് എടുത്തു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് സാന്റോസ് മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ എതിർ താരം ഫെറോറയുടെ ഓൺ ഗോൾ വീണു. അതോടുകൂടി സാന്റോസ് 2-0 മുന്നിലായി. പിന്നീട് 55-ാമത്തെ മിനിറ്റിൽ ബൊൻഡംബയുടെ ഗോൾ കൂടി വന്നപ്പോൾ സാന്റോസ് 3-0 വിജയിച്ച് കയറുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.